ഹായ് ഗൈസ്, എല്ലാവർക്കും ഹാപ്പി ആണോ? അപ്പൊ നിങ്ങളുടെ ഫോണിൽ സ്റ്റോറേജ് ഇല്ലെങ്കിൽ സ്റ്റോറേജിന്റെ പ്രോബ്ലം നിങ്ങൾ ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ ഒരു പ്രശ്നം പരിഹരിക്കാനായിട്ടുള്ള 3 ടിപ്സുമായിട്ടാണ് ഞാൻ ഇന്ന് എത്തിയിരിക്കുന്നത്. അതുകൊണ്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണാം. പിന്നെ ഇതേപോലത്തെ ഒരുപാടധികം യൂസ്ഫുൾ വീഡിയോസ് ഈ ചാനലിലൂടെ വരുന്നതായിരിക്കും. അതുകൊണ്ട് ഈ ചാനൽ ഇപ്പൊ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കാം. പിന്നെ സ്റ്റോറേജിന്റെ പ്രോബ്ലം ഫേസ് ചെയ്യുന്ന നിങ്ങളുടെ കൂട്ടുകാർക്ക് കൂടി വീഡിയോ ഷെയർ ചെയ്ത് കൊടുത്തേക്കാം. അപ്പൊ ഈ ഒരു വീഡിയോന്റെ പാർട്ട് 1 വീഡിയോ ലിങ്ക് ഞാൻ എന്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ടാവും. ഈ ഒരു വീഡിയോ കണ്ടതിന് ശേഷം ആ ഒരു വീഡിയോ പോയി കാണാം. അപ്പൊ ഈ ഒരു 3 ടിപ്പ് നിങ്ങളുടെ ഫോണിൽ ചെയ്യുന്നതിലൂടെ നിങ്ങൾക്ക് നല്ല രീതിയിൽ തന്നെ സ്റ്റോറേജ് മെയിൻറ്റെയിൻ ചെയ്യാൻ സാധിക്കും. അപ്പൊ ഞാൻ കൂടുതൽ പറഞ്ഞ സമയം കളയുന്നില്ല, നേരെ വീഡിയോയിലേക്ക് പോകാം. നമ്മുടെ ആദ്യത്തെ ടിപ്പിലേക്ക് നോക്കുന്ന സമയത്ത് നമുക്കൊരു ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പൊ ഒരു ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഇങ്ങനത്തെ ഒരു ഇന്റർഫേസ് ആയിരിക്കും കാണാൻ സാധിക്കും. അപ്പൊ അവിടെ സ്കാൻ ഓഡിയോ വീഡിയോ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻസ് ഒക്കെ കാണാൻ സാധിക്കും. അപ്പൊ അവിടെ താഴെ ഫുൾ ഡ്യൂപ്ലിക്കേറ്റ് സ്കാൻ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും. അതിലേക്ക് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് താഴെ കാണുന്ന സ്കാൻ നൗ എന്ന് പറയുന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. അപ്പൊ നമ്മുടെ ഫോണിലുള്ള ഡ്യൂപ്ലിക്കേറ്റ് ഫയലുകളെല്ലാം അവിടെ സ്കാൻ ചെയ്ത് വരുന്ന കാണാൻ സാധിക്കും. അപ്പൊ നമ്മുടെ ഫോണിൽ ഒരുപാടധികം ഫോട്ടോസും വീഡിയോസും ഓഡിയോസും ഒക്കെ ഉണ്ടാവും. അതിന്റെയൊക്കെ ഡ്യൂപ്ലിക്കേറ്റ് ഫയൽസുകളും നമ്മുടെ ഫോണിൽ തന്നെ കിടക്കുന്നുണ്ടാവും. അപ്പൊ ഈ ഒരു ആപ്ലിക്കേഷൻ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് അതൊക്കെ ഡിലീറ്റ് ചെയ്യാൻ സാധിക്കും. അപ്പൊ താഴെ കാണുന്ന ഡിലീറ്റ് നൗ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും. അതിലേക്ക് ക്ലിക്ക് ചെയ്യാം. അപ്പൊ നിങ്ങളുടെ ഫോണിലുള്ള ഡ്യൂപ്ലിക്കേറ്റ് ഫയൽസുകളെല്ലാം ഇപ്പൊ ഡിലീറ്റ് ആയി പോയിട്ടുണ്ട്. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ നമുക്ക് ഈ ഒരു കാര്യം ചെയ്യുന്നതിലൂടെ സ്റ്റോറേജ് കിട്ടുന്നതായിരിക്കും. അപ്പൊ ഈ ഒരു ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാനായിട്ട് ജസ്റ്റ് പ്ലേ സ്റ്റോറിലേക്ക് പോയിട്ട് ഡ്യൂപ്ലിക്കേറ്റ് ഫയൽസ് ഫിക്സർ റിമൂവർ എന്ന് ടൈപ്പ് ചെയ്യുന്ന സമയത്ത് ഈ ഒരു ആപ്ലിക്കേഷൻ വരുന്നതായിരിക്കും. അപ്പൊ ആണ് നമുക്ക് ഇൻസ്റ്റാൾ ചെയ്ത് ഈ ഒരു ആപ്ലിക്കേഷൻ യൂസ് ചെയ്യാവുന്നതാണ്. അപ്പൊ ഇതാണ് നമ്മുടെ ആദ്യത്തെ ടിപ്സ്. ഇനി രണ്ടാമത്തെ ടിപ്സിലേക്ക് നോക്കാം. അപ്പൊ ഈ ഒരു കാര്യം ചെയ്യാനായിട്ട് ജസ്റ്റ് നിങ്ങളുടെ ഫോണിന്റെ ആപ്പ് സെറ്റിംഗ്സിലേക്ക് പോവുക. അപ്പൊ അവിടെ അൺയൂസ്ഡ് ആപ്സ് എന്ന് പറഞ്ഞിട്ട് താഴെ ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും. അതിലേക്ക് ക്ലിക്ക് ചെയ്യുക. അപ്പൊ നിങ്ങൾ ഒരുപാട് കാലമായിട്ട് ഉപയോഗിക്കാത്ത ആപ്ലിക്കേഷൻസുകളെല്ലാം അവിടെ കാണാൻ സാധിക്കും. അപ്പൊ നമ്മുടെ ഫോണിലെല്ലാം ഒരുപാടധികം ആപ്ലിക്കേഷൻസുകൾ ഉണ്ട്. ചിലതൊന്നും നമ്മൾ യൂസ് ചെയ്യാറില്ല. അപ്പൊ ആ ഒരു ആപ്ലിക്കേഷൻസുകളെല്ലാം നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും. ഇവിടെ നമുക്കത് ഈസി ആയിട്ട് തന്നെ അൺഇൻസ്റ്റാൾ ചെയ്യാവുന്നതാണ്. അപ്പൊ ഈ ഒരു കാര്യം ചെയ്യുന്നതിലൂടെ നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ സ്റ്റോറേജ് മെയിൻറ്റെയിൻ ചെയ്യാൻ സാധിക്കും. അപ്പൊ ഇതാണ് നമ്മുടെ രണ്ടാമത്തെ ടിപ്സ്. ഇനി മൂന്നാമത്തെ ടിപ്സിലേക്ക് നോക്കാം. അപ്പൊ ഈ ഒരു കാര്യം ചെയ്യാനായിട്ട് ആപ്പ് സെറ്റിംഗ്സിലേക്ക് പോയിട്ട് നിങ്ങൾ ഡെയിലി യൂസ് ചെയ്യുന്ന ബ്രൗസർ എടുക്കുക. അതായത് ഞാൻ ക്രോം ബ്രൗസർ ആണ് യൂസ് ചെയ്യാറ്. അപ്പൊ നിങ്ങൾ ഏത് ബ്രൗസർ ആണ് ഡെയിലി യൂസ് ചെയ്യുന്നത് വെച്ചാൽ ആ ഒരു ബ്രൗസർ എടുക്കുക. ബ്രൗസർ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് സ്റ്റോറേജ് ക്യാഷ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും. അതിലേക്ക് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് അവിടെ മാനേജ് സ്പേസ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും. അതിലേക്ക് ക്ലിക്ക് ചെയ്യുക. അപ്പൊ ഈ ഒരു ക്രോം ബ്രൗസറിൽ എനിക്ക് ഒരുപാട് സെർച്ച് ചെയ്തിട്ടുണ്ട്. കൂടാതെ ഞാൻ ഒരുപാട് വെബ്സൈറ്റുകൾ കയറി ഇതിന്റെ ഡേറ്റ എല്ലാം ഇവിടെ സ്റ്റോർ ചെയ്തിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഏകദേശം 1.86 GB ആണ് വെറും ഡേറ്റ ആയിട്ട് ഇവിടെ ക്രോമിൽ കിടക്കുന്നത്. അപ്പൊ നിങ്ങളുടെ ഫോണിൽ ഇതിനെക്കാട്ടിലും കൂടുതലായിരിക്കാം അല്ലെങ്കിൽ കുറവായിരിക്കാം. അപ്പൊ ഇത് നമുക്ക് ക്ലിയർ ചെയ്യാനായിട്ട് മേലെ കാണുന്ന ഫ്രീ അപ്പ് സ്പേസ് എന്ന് പറയുന്നതിൽ ക്ലിക്ക് ചെയ്യാം. അപ്പൊ ഡിലീറ്റ് സൈറ്റ് ഡേറ്റ എന്ന് പറഞ്ഞിട്ട് വരുന്ന കാണാൻ സാധിക്കും. അവിടെ ഓക്കെ ബട്ടൺ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ബ്രൗസറിലെ സെർച്ചിലുള്ള ഡേറ്റകളെല്ലാം റിമൂവ് ആയി പോയിട്ടുണ്ട്. ഇപ്പൊ നിങ്ങൾക്ക് നല്ല രീതിയിൽ തന്നെ സ്റ്റോറേജ് ലഭിച്ചിട്ടുണ്ടാവും. ഈ ഒരു വീഡിയോയിൽ നമ്മൾ 3 ടിപ്സ് പറഞ്ഞു. അതിന്റെ പാർട്ട് 1 വീഡിയോയിൽ നമ്മൾ 3 ടിപ്സ് പറഞ്ഞിട്ടുണ്ട്. ആ ഒരു വീഡിയോ ലിങ്ക് ഞാൻ എന്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ടാവും. അപ്പൊ ഈ 6 ടിപ്സുകളും നിങ്ങളുടെ ഫോണിൽ നിങ്ങൾ ഉപയോഗിച്ച് നോക്കാം. അപ്പൊ നിങ്ങൾക്ക് നല്ല രീതിയിൽ തന്നെ സ്റ്റോറേജ് മെയിൻറ്റെയിൻ ചെയ്യാൻ സാധിക്കും. അപ്പൊ ഈ ഒരു വീഡിയോനെ കുറിച്ച് എനിക്ക് ഇത്ര കാര്യങ്ങളെ പറയാനുള്ളൂ. എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ നിങ്ങൾ ജസ്റ്റ് താഴെ കമന്റ് ചെയ്യുക. അപ്പൊ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇതുവരെ ലൈക്ക് ചെയ്തിട്ടില്ലെങ്കിൽ ലൈക്ക് ചെയ്യുക. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോയിൽ കാണുമ്പോഴേക്കും ബൈ.